Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HTML ലിസ്റ്റ് എന്താണെന്നാണ്. അപ്പോൾ ഇതിനു മുമ്പ് HTMLന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബേസിക് ടാഗ്സ് നമ്മുടെ ഹെഡ്, ബോഡി, പിന്നെ ലിങ്ക് കൊടുക്കുന്നത്, പിന്നെ പാരഗ്രാഫ്, H2 ഇങ്ങനെയുള്ള ബേസിക് ടാഗ്സിനെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. അപ്പോൾ നമുക്ക് ലിസ്റ്റിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഇപ്പോൾ ലിസ്റ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. ഇപ്പോൾ ലിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ലിസ്റ്റിൻ്റെ എക്സാമ്പിൾ. നമ്മൾ സാധാരണ കടയിൽ എന്തെങ്കിലും ലിസ്റ്റുമായിട്ട് പോകത്തില്ലേ, ഇപ്പോൾ എന്തൊക്കെ വേണമെന്ന് ലിസ്റ്റ് ചെയ്യുക അല്ലേ. അപ്പം നമുക്കൊരു വെബ് പേജിൽ ഒരു ലിസ്റ്റ് കാണിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിസ്റ്റ് ടാഗ്. ഇപ്പോൾ ഇതൊരു ലിസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. ഇതൊരു 10 പേരുടെ പേരടങ്ങിയ ഒരു ലിസ്റ്റാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വെബ് പേജിൽ നമുക്ക് എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എഴുതുന്ന ടാഗ് ഏതാണ്? HTML ടാഗ് എഴുതുക. ഇനി അത് കൂടെ എഴുതുമ്പോൾ തന്നെ അതിൻ്റെ ക്ലോസിംഗ് ടാഗ് എഴുതുക. കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ യൂസ് ചെയ്യുന്ന എഡിറ്റർ നോട്ട്പാഡ് ആണ്. അപ്പോൾ ഏതെങ്കിലും ടാഗ് മിസ്സായാൽ ഇത് എററൊന്നും കാണിക്കത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ വിട്ടും പോകും ഇത് എവിടെയാണ് ക്ലോസ് ചെയ്യാനെന്നുള്ളത്. അപ്പോൾ ഏതൊരു ടാഗ് എഴുതുമ്പോൾ അതിൻ്റെ ക്ലോസിംഗ് ടാഗ് കൂടെ തന്നെ എഴുതുക. ഇനി നമുക്കിത് താഴോട്ടങ്ങാക്കാം. ഇനി നമുക്ക് ഒരു ഹെഡ് ടാഗ് കൊടുക്കുക അല്ലേ. ഹെഡ് ടാഗ് കൊടുക്കാം. ഇനി അതിനകത്ത് നമ്മുടെ ഈ വെബ് പേജിന് എന്തെങ്കിലും ഒരു ടൈറ്റിൽ വേണമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കാം. HTML ലിസ്റ്റ് എന്ന് കൊടുക്കാം. ഇനി ആ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഒരു ടൈറ്റിലല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യുകയാണ്. ഇനി എന്താണ് നമ്മുടെ ആ ഹെഡ് ക്ലോസ് ചെയ്തിട്ടില്ല നമ്മൾ. ഹെഡ് നമുക്കിത് എങ്ങനെയാണ് റൺ ആവുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇത് സേവ് ചെയ്യാം. സേവ് ആസ്. ഇപ്പം ഞാൻ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാണ്. list.html എന്ന് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സേവ് ചെയ്യുമ്പോൾ .html എന്ന് തന്നെ കൊടുക്കുക, ഇല്ലെങ്കിൽ അതൊരു ടെക്സ്റ്റ് ഫയലായിട്ടേ സേവ് ആവത്തുള്ളൂ. ഇത് സേവ് കൊടുക്കുക. ഇനി നമുക്ക് മിനിമൈസ് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ list.html വന്നിട്ടുണ്ട്. ഇത് റൺ ചെയ്യാം. ഇതിപ്പോൾ റൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒന്നും വരത്തില്ല. കാരണം എന്താണ്, നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് നമ്മളൊരു ഹെഡിങ് കൊടുത്തിരുന്നു, HTML ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊടുത്തിരുന്നു. അത് എവിടെ വരുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ടൈറ്റിലായിട്ട് കാണിക്കുക HTML ലിസ്റ്റ് എന്ന്. മനസ്സിലായോ? ഇവിടെ നമുക്കിടെ ഈ വൈറ്റ് പോർഷൻ ഇല്ലേ, ഇതാണ് നമ്മുടെ വിസിബിൾ പോർഷൻ. ഇവിടെ എന്ത് വരണം എന്നുണ്ടെങ്കിലും നമ്മൾ ബോഡി ടാഗിനകത്ത് കൊടുക്കണം. അപ്പം നമുക്ക് ലിസ്റ്റ് ഇവിടെ അല്ലേ കാണിക്കേണ്ടത്. അപ്പോൾ ലിസ്റ്റ് നമ്മൾ ഏത് ടാഗിനകത്ത് എഴുതേണ്ടത്? ബോഡി ടാഗിനകത്ത്. നമുക്ക് ബോഡി ടാഗ് എഴുതാം. ബോഡി, അതിൻ്റെ കൂടെ തന്നെ ബോഡി ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിട്ടുപോകും. ഇനി ഇത് താഴോട്ടാക്കാം. അപ്പോൾ നമ്മൾ ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, ലിസ്റ്റിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ HTMLനകത്ത് 3 ടൈപ്പ് ഉണ്ട്. ഓർഡേർഡ് ഉണ്ട്, അൺഓർഡേർഡ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ഉണ്ട്. 3 ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ആദ്യത്തേതാണ് ഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആ ലിസ്റ്റ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഓർഡറിൽ, ഇപ്പോൾ ഒരു നമ്പർ ഓർഡറിലോ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റിക് ഓർഡറിലോ അങ്ങനെ ഏതെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് നമ്പറോ ആൽഫബറ്റ് ഓർഡറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ കാണിച്ച എക്സാമ്പിളില്ലേ, ഇതൊരു ഓർഡേർഡ് ലിസ്റ്റാണ്. കാരണം എന്താണ്, ഇതൊരു നമ്പർ ഓർഡറിലാണ് പോകുന്നത്. 1 2 3 4 5 6. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു ഓർഡേർഡ് ലിസ്റ്റ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന ടാഗാണ് OL. ഓർഡേർഡിൻ്റെ ഓയും ലിസ്റ്റിൻ്റെ എല്ലും, OL ടാഗ്. അപ്പോൾ ആദ്യം നമ്മളൊരു OL ടാഗ് എഴുതുക. അപ്പോൾ താഴെ തന്നെ OLൻ്റെ ക്ലോസിംഗ് ടാഗും എഴുതുക. മനസ്സിലായോ? ഇനി ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ലിസ്റ്റ് എഴുതേണ്ടത്. പിടികിട്ടിയോ? അപ്പോൾ ഇവിടെ നമ്മൾ ലിസ്റ്റ് കൊടുക്കുകയാണ്. ആദ്യത്തെ ലിസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് കൊടുക്കുന്നത്, HTML. ഇനി ഇവിടെ തന്നെ ഈ ലിസ്റ്റ് ക്ലോസ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ താഴോട്ട് ഇങ്ങനെ 3-4 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ എഴുതി പോകണമെന്നില്ല, ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഫോർട്രാൻ കുറച്ച് ലാംഗ്വേജസ് ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ നമുക്കിത് ലിസ്റ്റായിട്ട് ഇപ്പം നമ്മുടെ വെബ് പേജ് കാണിക്കുമല്ലോ. അപ്പോൾ ഇതിന് എനിക്ക് എന്തെങ്കിലും ഒരു ഹെഡിങ് കൂടെ കൊടുക്കണം. അപ്പം ഞാൻ ഈ OL ടാഗിന് വെളിയിൽ വന്നിട്ട്, അതായത് ഈ ബോഡി തുടങ്ങുമ്പോൾ തന്നെ ലിസ്റ്റിനകത്തല്ല, OL ടാഗിന് വെളിയിലാണേ. ഞാനിവിടെ ഒരു H2 സൈസിൽ, H2 എന്താണ് അതിൻ്റെ സൈസിനെ കുറിച്ചൊക്കെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. നമ്മൾ എന്തെങ്കിലും ഹെഡിങ് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ടാഗാണ് H ടാഗ്. അത് തന്നെ H1 H2 തൊട്ട് H6 വരെ ഉണ്ട്. ഏറ്റവും വലുത് H1 ആണ്, ഏറ്റവും ചെറുത് H6. അപ്പോൾ എനിക്ക് ഏറ്റവും വലുതും വേണ്ട, അതിനേക്കാൾ ചെറിയൊരു സൈസ് മതി. അതുകൊണ്ടാണ് ഞാൻ H2 കൊടുത്തത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുകയാണ് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ടാഗ് ക്ലോസ് ചെയ്തു.
നമുക്കിതെങ്ങനെ റൺ ആവുമെന്ന് നോക്കാം. ഇത് നമ്മളൊരു ഓർഡേർഡ് ലിസ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി OL ടാഗ് എഴുതി. അതിനകത്ത് LI ടാഗിനകത്താണ് നമ്മൾ ലിസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇത് സേവ് ചെയ്യുക. ഇനി മുമ്പേ നമ്മൾ റൺ ചെയ്ത് ഈ പേജ് വെച്ചിട്ടുണ്ടല്ലോ, എപ്പോഴും അവിടെ പോയി ഐക്കണേ പോയി റൺ ചെയ്യേണ്ട. അതായത് ഇവിടെ വന്ന് ഈ ബട്ടണില്ലേ, ഇവിടെ റീഫ്രഷ് കൊടുത്താൽ മതി. ഇതായിപ്പോൾ കണ്ടോ, ഒരു ഓർഡേർഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് വന്നേ, 1 2 3 4 5 HTML ജാവ അങ്ങനെ ഒരു ഓർഡറിൽ വന്നു. അപ്പം നമുക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ പോകണമെന്നില്ല. ഇപ്പം ഒരു ABCD എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കൊടുത്താൽ മതി, 1 2 3 4 എന്ന് വേണ്ട. അങ്ങനെ വന്നാൽ മതിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ OLനകത്ത് വന്നിട്ട് ടൈപ്പ് ഈക്വൽ ടു കോഡ്സിനകത്ത് ഇപ്പോൾ സ്മോൾ a b അങ്ങനെ ഒരു ഓർഡറിൽ വന്നാൽ മതി. അപ്പോൾ ഇവിടെ A എന്ന് കൊടുക്കാം, OL ടൈപ്പ് ഈക്വൽ ടു A. എന്നിട്ട് ഇവിടെ റിഫ്രഷ് ചെയ്താൽ മതി. ഇത് കണ്ടോ, ABCDE അങ്ങനെ വന്നത്. ഇതിനി ക്യാപിറ്റൽ ലെറ്റർ A കൊടുത്താൽ അങ്ങനെയും വരും. ഇതാ കണ്ടോ. ഇനി ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് റോമൻ ലെറ്റേഴ്സ് കൊടുക്കുക വേണേലും ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ I കൊടുക്കാം, സ്മോൾ I കൊടുക്കാം, റോമൻ ന്യൂമറൽസ്. ഇതിപ്പോൾ ക്യാപിറ്റൽ റോമൻ ലെറ്റേഴ്സിൻ്റെ ഓർഡറിൽ വരും. ഇതാ കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഓർഡേർഡ് ലിസ്റ്റ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട, ഇപ്പം നമ്പറിന് പകരം നിങ്ങൾക്കൊരു 100 തൊട്ടാണ് കൊടുക്കേണ്ടത്. 100 തൊട്ട് ഇതിപ്പോൾ 5 എണ്ണം അല്ലേ, 105 വരെയാണ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇത് നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് അതിൻ്റെ നമ്പർ ഓർഡറിലേ വരത്തുള്ളൂ. മനസ്സിലായോ? അതായത് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ 1 2 3 4 5 ആ ഒരു ഓർഡറിലേ വരത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഒരു 100 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് സ്റ്റാർട്ടെന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കോഡ്സിനകത്ത് 100 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 100 തൊട്ട് നമ്പേഴ്സിൻ്റെ കേസിൽ മാത്രമാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇടയ്ക്കുള്ള നമ്പർ കൊടുത്താൽ ഇങ്ങനെ വന്നോളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഓർഡേർഡ് ലിസ്റ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ഓർഡറിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ അൺഓർഡേർഡ് ലിസ്റ്റ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ അൺഓർഡേർഡ് എന്ന് കൊടുക്കാം. ഇനി ഇത് കളയാമല്ലോ. ഇതിനകത്ത് എന്താ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ, മുമ്പേ ഓർഡേർഡിനല്ലേ നമ്മൾ OL ടാഗ് കൊടുത്തത്. അൺഓർഡേർഡ് ആകുമ്പോൾ UL ടാഗാണ് കൊടുക്കേണ്ടത്. കാരണം മറ്റത് ഓർഡേർഡിൻ്റെ Oയും ലിസ്റ്റിൻ്റെ Lഉം വരും, ഓർഡേർഡിൻ്റെ Uവും Lഉം വരും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ UL എഴുതിയത് കൊണ്ട് ഇവിടെ അതിൻ്റെ ക്ലോസിങ് ടാഗിൽ UL എഴുതുക. ബാക്കി ഈ LI ടാഗ് സെയിം തന്നെയാണ്. മനസ്സിലായോ? ഇതൊരു അൺഓർഡേർഡ് ആയിട്ട് വരും. അതായത് വല്ല ഡോട്ടോ സർക്കിളോ അങ്ങനെ വല്ലതും വെച്ച് റെപ്രസെൻറ്റ് ചെയ്ത് ഒരു പ്രത്യേക നമ്പർ ആൽഫബറ്റ് ഓർഡറിലല്ലാതെ ഒരു സർക്കിളോ ഡിസ്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷനോ ആയിട്ടായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ റിഫ്രഷ് ചെയ്യുമ്പോൾ ഇതായിരുന്നു ഡീഫോൾട്ടായിട്ട് ഈ ഒരു ഡിസ്ക് ഷേപ്പ് പോലത്തെ ഈ ഒരു ഷേപ്പാണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നും കൊടുത്തില്ലെങ്കിലും ഈ ഷേപ്പ് വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സർക്കിൾ ഷേപ്പ്, ഈ ഷേപ്പ് വേണ്ട, ഇവിടെ ഒരു സർക്കിൾ മതിയെന്നുണ്ടെങ്കിൽ നമുക്കത് വേണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം. അപ്പോൾ അതിന് ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് മറ്റേതുപോലെയല്ല, UL സ്റ്റൈൽ ഈക്വൽ ടു കൊടുക്കുക. കോഡ്സിനകത്ത് ലിസ്റ്റ് ഹൈഫൺ സ്റ്റൈൽ ഹൈഫൺ ടൈപ്പ് കോളൻ സർക്കിൾ എന്ന് കൊടുക്കുക. ഇങ്ങനെ വേണം കൊടുക്കാൻ. ഇനി ഇത് സേവ് ചെയ്യുക, റിഫ്രഷ് കൊടുക്കുക. അതായത് കണ്ടോ സർക്കിൾ വന്നത്. അപ്പോൾ ഇതാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. പ്രത്യേകിച്ച് ഓർഡറൊന്നും ഇല്ലാതെ ഇങ്ങനെ ഡോട്ട്സോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഓർഡറിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡേർഡും അൺഓർഡേർഡും മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഇത്രയും കളയാണ്. ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഐറ്റംസ് ലിസ്റ്റ് ചെയ്ത് വെച്ചല്ലോ, HTML ജാവ എന്നൊക്കെ പറഞ്ഞ്. അതിൻ്റെ താഴെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷനൂടെ കൊടുക്കണം. ഇപ്പോൾ ആദ്യം HTML എഴുതി കഴിഞ്ഞ് അതെന്താണെന്നുള്ളത് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അപ്പോൾ ജാവ എന്ന് എഴുതിയിട്ട് അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലിസ്റ്റാണ് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. അപ്പോൾ ഇത്രയും ഇത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതിനപ്പോൾ എന്ത് ടാഗായിരിക്കും കൊടുക്കേണ്ടത്? DL, ഡിസ്ക്രിപ്ഷൻ്റെ Dയും മറ്റേ ലിസ്റ്റിൻ്റെ Lഉം. DL ടാഗ് കൊടുക്കുക. അപ്പം തന്നെ അത് ക്ലോസും ചെയ്യുക. ഇനി നമ്മൾ എഴുതുന്നത് ഈ ടാഗിനകത്തായിരിക്കും. മനസ്സിലായല്ലോ? ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പം നമുക്ക് ലാംഗ്വേജ് കൊടുക്കേണ്ട എന്തെങ്കിലും ഡ്രിങ്കിനെ കുറിച്ച് കൊടുക്കാം. ഇപ്പോൾ സപ്പോസ് ടീ എന്ന് എഴുതിയിട്ട് അതൊരു ഹോട്ട് ഡ്രിങ്ക് ആണ്, അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് DT. മനസ്സിലായല്ലോ? DT എന്ന് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഇനി എന്താണ്? ഈ ടീക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഡിസ്ക്രിപ്ഷനും നമുക്കുള്ള DT ടാഗല്ല യൂസ് ചെയ്യുന്നത്. അതൊരു ഡിസ്ക്രിപ്ഷൻ ആണെന്ന് കാണിക്കാൻ നമ്മൾ DD കൊടുക്കും. മനസ്സിലായല്ലോ? എന്നിട്ട് കൊടുക്കുകയാണ് എ ഹോട്ട്
ഡ്രിങ്ക് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ DD ടാഗ് ക്ലോസ് ചെയ്യാണ്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ രണ്ട് കൊടുക്കുന്നത് ഒരു ടാഗിൽ കൊടുക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ നേരെ താഴെ തന്നെ വരില്ലേ. ഇതിപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ നമുക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ ഹൈഫൺ പോലെ കൊടുക്കാം. അപ്പം ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ വരുമെന്ന്. ഇവിടെ നമ്മൾ എന്താണോ ലിസ്റ്റ് വരേണ്ടത് അത് DTക്കകത്ത് കൊടുക്കുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണോ, അതിൻ്റെ പേര് DTയിലും ഡിസ്ക്രിപ്ഷൻ DDയിലും കൊടുക്കുക. അപ്പം ഞാൻ കാണിച്ചു തരാം. അതായത് കണ്ടോ, T എന്ന് എഴുതിയിട്ട് ഞാനിപ്പോൾ ഒരു ഹൈഫൺ കൊടുത്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഹോട്ട് ഡ്രിങ്ക്. നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടെ ഇതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഹൈഫൺ കൂടെ കൊടുക്കാം. ഇതാ കണ്ടോ, ഹോട്ട് ഡ്രിങ്ക് എന്ന് വന്നു. ഇനി അതുപോലെ തന്നെ നമുക്കിത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന് എഴുതാം. ഇപ്പം ടീക്ക് പകരം കോഫി അതിന് കൊടുക്കുകയാണ്. ബ്ലാക്ക് ഹോട്ട് ഡ്രിങ്ക് എന്ന് കൊടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഞാൻ കൊടുക്കുകയാണ് ആപ്പിൾ ജ്യൂസ് എന്ന് കൊടുക്കുകയാണ്. അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ് കൂൾ ഡ്രിങ്ക്. ഇതെങ്ങനെ വരുമെന്ന് നോക്കാം. കണ്ടോ, ഇതാണ് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. നമ്മൾ കൊടുക്കുന്ന ലിസ്റ്റിന് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനൂടെ വരണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. അപ്പോൾ നമുക്കൊരു വെബ് പേജിൽ ഓർഡേർഡ് എങ്ങനെയാണ്, അൺഓർഡേർഡ് എങ്ങനെയാണ്, ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.